കോട്ടയം മാങ്ങാനത്ത് മൺതിട്ട ഇടിഞ്ഞു വീണു. 30 അടി ഉയരത്തിൽ നിന്നാണ് മൺതിട്ട ഇടിഞ്ഞു വീണത്. എന്തായാലും ഭാഗ്യം, അപകടകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. മധ്യ കേരളത്തിലും ഇന്നലെ മുതൽ അതിതീവ്രമായ മഴ പെയ്യുകയാണ്. കൊച്ചിയിൽ രാവിലെ മുതൽ ഇടവിട്ട് ശക്തമായി മഴ തുടരുകയാണ്. ഇപ്പോഴും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ കനത്ത് പെയ്യുന്നുണ്ട്. പള്ളിക്കരയിൽ ഒരു വീട് തകർന്ന് അപകടത്തിൽ പെട്ടു. പക്ഷേ 4 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് ഇന്ന് രക്ഷപ്പെടുത്തി. 11 തൊഴിലാളികളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ വാർത്താപ്പകലിലാണ് അതും സംഭവിച്ചത്. കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് തത്സമയം ചേരുന്നു. എബിൻ ജോസ്, എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതേപോലെ ഇപ്പോഴും ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുന്നുവെന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കടുത്ത തീവ്രമായ മഴ അനുഭവപ്പെടുന്നത്? നാളെ മഴയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് കാലാവസ്ഥാ സൂചനയുണ്ടോ? വിശദവിവരങ്ങൾ. നിലവിൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ ഇടവിട്ടുള്ള മഴയുണ്ട്. നഗരമേഖലകളിലും ഗ്രാമീണ മേഖലകളിലും എല്ലാം തന്നെ ഈ മഴ ശക്തമായി അനുഭവപ്പെട്ടിരുന്നു. രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് വലിയ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസമായി പറയുന്നത്. പള്ളിക്കരയിൽ ഒരു വീടിൻ്റെ സമീപത്തേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ വൈകുന്നേരം ഒരു വാഹനത്തിന് മേലെ മരം വീണിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള മഴക്കെടുതി ഇന്ന് റിപ്പോർട്ട് ചെയ്തില്ല. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മഴ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട്. ഇന്ന് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നിന്ന് പോയി കടലിൽ അകപ്പെട്ട 11ഓളം മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പോയ ബോട്ടിൻ്റെ എൻജിൻ തകരാറിലായി കടലിൽ കുടുങ്ങിയായിരുന്നു. പെട്രോളിംഗ് ടീം നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ഇവരെ കടലിൽ അകപ്പെട്ടതായി കണ്ടത്. പിന്നീട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇവരെ കൊച്ചിയിൽ എത്തിച്ചത്. ഇവരുടെ ആരോഗ്യനിലയെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് കൊച്ചിയിൽ വലിയ മഴയുണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ മഴക്കെടുതികൾ ഉണ്ടായിട്ടില്ല. ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. മഴയ്ക്കുള്ള സാഹചര്യം നിലവിൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന എബി ജോസാണ്. എറണാകുളം ജില്ലയിലും തീവ്രമായ മഴ തുടരുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾ വലിയ ജാഗ്രത പാലിക്കണം. അതുപോലെ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പോയി വിശ്രമിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. ഇന്ന് പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ ദിവസമാണ്. അതുപോലെ മാത്രമല്ല, മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് ആ മരണത്തിൻ്റെ വാർത്ത നമ്മളെ തേടി വന്നത്. അപ്പോൾ എല്ലാവിധമായ ആപൽക്കരമായ സാഹചര്യവും സംസ്ഥാനത്ത് പലയിടങ്ങളിലും നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ജാഗ്രതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു